ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം IFB-യിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. സുധിച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ സുധിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ്റെ പേര് കിച്ചു എന്നാണ്. അപ്പോൾ ഈ അടുത്ത ദിവസമാണ് നമ്മുടെ കിച്ചു സുധി അവൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെച്ചത്. അതിനെതിരെ രേണു സുധി 2 മറുപടി വീഡിയോയുമായിട്ട് വന്നു. അതിൽ ഒന്ന് നമ്മൾ റിയാക്ട് ചെയ്തു, രണ്ടാമത്തെ വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ രേണു സുധിയുടെ ആ വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടു കാണും, ആദ്യത്തെ വീഡിയോ വന്നതിന് ശേഷം രേണു സുധിയുടെ മറുപടി കണ്ടു ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. രേണു സുധിക്ക് ഇത്രമാത്രം സങ്കടപ്പെട്ടു എന്നും ഇനി ഒരിക്കലും രേണു സുധിയെ ആരും സങ്കടപ്പെടുത്താൻ വേണ്ടി പാടില്ല, അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടു. പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് രേണു സുധി കോലം മാറി, ഭാവം മാറി. പെട്ടെന്ന് തന്നെ രേണു സുധി അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഏതാനും ചില വീഡിയോകളുടെ ഭാഗങ്ങളാണ് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതൊരമ്മയ്ക്കും തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട വീഡിയോ ഒരിക്കലും പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ ലൈവ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ അങ്ങോട്ട് വിളിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും എല്ലാം അവർ പങ്കുവെക്കുന്നത് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് 1 ഇഞ്ച് പോലും ഒരു വിഷമവും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് രേണു സുധി ഈ വീഡിയോ പങ്കുവെച്ചത് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിലും വലിയൊരു മോശത്തരമെന്ന് പറയുന്നത്, ഇനി എങ്ങാനും കിച്ചുവിൻ്റെ രണ്ടാമത്തെ ഭാഗം വന്നു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റോറിയുടെ തീർച്ചയായിട്ടും ഉടുമുണ്ട് തലയിലിട്ട് നടക്കേണ്ട ഒരവസ്ഥ രേണു സുധിക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയും വൃത്തികെട്ട മറ്റൊരു ഏർപ്പാട് കൂടി രേണു സുധി ഇന്ന് ചെയ്തു എന്നുള്ളതാണ്. സ്വന്തം മകന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അയച്ചു കൊടുത്ത ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ സ്ക്രീൻഷോട്ട് വരെ ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് കിച്ചുവിനെതിരെ ഒരു വീഡിയോ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനേക്കാൾ മോശകരമായ ഒരു കാര്യവുമില്ല എന്ന് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയട്ടെ. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. ആ സഹോദരി പങ്കുവെച്ച വീഡിയോ നമുക്കൊന്ന് കാണാം. വളരെ മോശത്തരമായി പോയി. രേണു സുധി ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരമ്മ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കിച്ചു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിച്ചുവിന്റെ എല്ലാ ചെലവിനുമുള്ള ക്യാഷ് രേണു കൊടുക്കുന്നുണ്ട്. പലരും വന്ന് പല കമന്റ്സ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ പല അഭിപ്രായമാണ് പറയുന്നത്. ഇവളെന്താ 3-4 അമ്മയല്ലേ, അല്ലെങ്കിൽ ഇവള് ചെലവിന് കൊടുക്കുന്നില്ല, ആ കൊച്ചിനെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ എമൗണ്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കിച്ചുവിന്റെ അക്കൗണ്ടിലോട്ട് രേണു ഇട്ട് കൊടുത്ത ക്യാഷ് ആണ്. ആ എമൗണ്ട് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രേണു തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ചീപ്പാവാൻ രേണുവിന് താല്പര്യമില്ല. കിച്ചു വന്ന് ഇത്രയും ഡയലോഗ് അടിച്ച കിച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതും തന്നില്ല. ഞാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് നമ്മൾ ചോദിച്ച് മേടിച്ച ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അത് വെക്കുന്നുണ്ട്, നിങ്ങളത് നോക്കുക, കണ്ടുനോക്കാം. അതായത് ഈ മാസത്തെ മാർച്ച് മാസത്തെ കണക്കാണ്. ലാസ്റ്റ് ആയിട്ട് 24-ാം തീയതി രേണുവിന്റെ അക്കൗണ്ടിൽ നിന്നും കിച്ചുവിന്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് പോയിട്ടുണ്ട്. 24-ാം തീയതി, 20-ാം തീയതി, 18-ാം തീയതി, 17-ാം തീയതി, 14-ാം തീയതി, 5-ാം തീയതി ഇങ്ങനെ ക്യാഷ് പോകുന്നുണ്ട് കിച്ചുവിന്റെ അക്കൗണ്ടിൽ. കിച്ചുവിന് ചെലവിന് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾ? അതായത് അപ്പൊ നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടിട്ടെങ്കിലും ഈ ഒരു തെളിവ് വെച്ചിട്ടെങ്കിലും കിച്ചുവിന്റെ എന്ത് കാര്യങ്ങളാണ് രേണു ചെയ്യാത്തത് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. പലരും പറയുന്നുണ്ട് കിച്ചുവിനെ അവളെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ കിച്ചുവിന്റെ കാര്യം നോക്കിയില്ല, ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നു പോയല്ലോ. ഏഴമ്മമാരാണ് ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത്? ഇത് തെളിവാണ്, നല്ലൊരു തെളിവാണ്. അവനെ സപ്പോർട്ട് ചെയ്യുന്നു, അവനെ സ്നേഹിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ ഈ കിച്ചുവിനെ നോക്കേണ്ട കാര്യമില്ല ഇവർക്ക്. അപ്പോൾ ഏതായാലും ഇത്ര തരംതാവാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ രേണുവിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സഹോദരി ഈ വീഡിയോ ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും കിച്ചുവിൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും എത്ര സംഖ്യയാണോ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത് അതുകൂടി വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു വീഡിയോ ചെയ്യേണ്ടത്. ഏതായാലും കിച്ചുവിനെ സമൂഹ മധ്യത്തിൽ കള്ളനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ രേണു സുധിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻഷോട്ട് പുറത്ത് വിട്ടത് എന്നും അത് രേണു സുധിയുടെ സമ്മതപ്രകാരമാണ് എന്ന് 100%
അരി ആഹാരം കഴിക്കുന്ന കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരമ്മ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമല്ല ഒരമ്മയുടെ ജോലി എന്ന് തീർച്ചയായിട്ടും രേണു സുധി ഒന്ന് മനസ്സിലാക്കണം. അമ്മ എന്ന് പറയുന്നത് ഒരു ഫീലിങ്സ് ആണ്. ചിലപ്പോൾ നമുക്ക് ഡെയിലി 500 രൂപ വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് ബിരിയാണി പോയി കഴിച്ചോ എന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അന്ന് വിളമ്പിക്കൊടുത്തിട്ട് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം തീർച്ചയായിട്ടും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും രേണു സുധിക്ക് അതൊക്കെ അറിയോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ആ മകൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ലൈഫിൽ അവൻ കടന്നു പോകുന്നൊരു ഡ്രാമ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഒന്നാമത്തെ അമ്മയിൽ പരാജയപ്പെട്ടു, രണ്ടാമത്തെ അമ്മയിൽ പരാജയപ്പെട്ടു, മൂന്നാമത്തെ അമ്മയാണിത്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം. കല്യാണം കഴിച്ചത് വേറെ അമ്മയാണെങ്കിലും ആ കുട്ടി ഒരു അമ്മയുടെ സ്നേഹം ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതായിരിക്കും അവൻ പ്രതീക്ഷിക്കുന്നത്, പണമായിരിക്കില്ല. അതെല്ലാം തീർച്ചയായിട്ടും രേണു സുധിയോട് പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ തീർച്ചയായിട്ടും പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ട് വീണ്ടും റീച്ച് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു നെഗറ്റീവ് ഇമേജ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ് രേണു സുധി. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ അവർക്ക് വരുന്നത്. ബാക്കിയൊക്കെ അവരുടെ സ്വകാര്യതയാണ്. അവർ ഉടുമുണ്ട് വെച്ച് കാണിക്കുകയോ മെമ്പർഷിപ്പ് ലൈഫ് വിൽക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, അതവരുടെ കാര്യം. പക്ഷേ ഈ ഒരു ദിവസത്തിൽ തന്നെ അത്തരത്തിൽപ്പെട്ട ഒരു പരിപാടിക്ക് മുന്നിട്ട് ചാടി ഇറങ്ങിയത് മോശമായി പോയി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് രേണു സുധി എന്താണ് ഇതിന് മറുപടി പറഞ്ഞത്, നമുക്ക് രേണു സുധിയുടെ മറുപടി കാണാം. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട്. ആ കുട്ടിയെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം IFP ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നതൊക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിസൈഡ് ആൻഡ് ആഫ്റ്റർ സൂയിസൈഡ്, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിസൈഡ്, ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഈ ഒരു മറുപടി നിങ്ങൾ കണ്ടു കാണും. തീർച്ചയായിട്ടും ഇതെല്ലാം മാനിപ്പുലേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സഫീന ബീബി എന്ന് പറയുന്ന ബ്ലോഗറും കുറച്ച് ആൾക്കാരും കൂടി ചേർന്ന് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് കിച്ചുവിനെ കൊണ്ട് സമൂഹ മധ്യത്തിൽ വന്നുകൊണ്ട് പറയിപ്പിച്ചതാണ് എന്നാണ് രേണു സുധി പറഞ്ഞു വെക്കുന്നത്. അതാണ് മാനിപ്പുലേഷൻ എന്നതുകൊണ്ട് രേണു സുധി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി രേണു സുധി പറഞ്ഞു വെക്കുന്നത്, കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്നത് മറ്റാരോ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ് രേണു സുധിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റാരോ കളിക്കാൻ നമ്മുടെ കിച്ചു എന്ന് പറയുന്നത് 10-12 വയസ്സുള്ള ഒരു ആളല്ല. അദ്ദേഹം ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. 10-22 വയസ്സുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും സ്വന്തം കാര്യങ്ങൾ നോക്കാനും സംസാരിക്കാനും എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനമെടുക്കാനും എല്ലാം കഴിവുള്ള ഒരു പുരുഷനായി അദ്ദേഹം മാറിയിരിക്കുന്നു. രേണു സുധിക്ക് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണു സുധി പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കൊരു പേഴ്സണൽ മാനേജർ വെക്കണം, ആ മാനേജർക്ക് ഇത്ര ശമ്പളം എല്ലാം കൊടുക്കണം എന്നെല്ലാം പറയുന്നത് കേട്ടു. ഇത്രയും സ്നേഹമുള്ള ഒരു മകൻ അപ്പുറത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് സ്വന്തം മകനെ കൂട്ടിക്കൊണ്ട് വിദേശയാത്ര നടത്തിക്കൂടാ, അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകൾക്ക്
തീർച്ചയായിട്ടും മാനേജർ വെക്കുന്ന സമയത്ത് ഈ മകനെ വെച്ചാൽ ആ പൈസ മകന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യാനും നിങ്ങളുടെ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കാനും ആ സ്നേഹബന്ധങ്ങൾക്ക് കുറച്ചുകൂടി ഊഷ്മളതയും അതുപോലെ തന്നെ മധുരവും എല്ലാം കൂടാനും അത് കാരണമാകും. പക്ഷേ ഇതൊന്നും രേണു സുധി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ മകനെ അകറ്റി നിർത്തുന്നു. അത് സുധിയുടെ മകനാണ് എന്നറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യത്തിലും അവനെ ഉൾപ്പെടുത്തുന്നില്ല. അതാണ് അവൻ പറഞ്ഞത്. കാരണം അമ്മ എന്ന് പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളൂ. കാരണം അവനൊരു നേരത്തെ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും വിളിച്ച് ചോദിക്കാൻ അവൻ ആളില്ല. അതുകൊണ്ടാണ് അവൻ മറ്റ് മയക്കുമരുന്ന് പോലെയുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങിയത് എന്ന് വളരെ സങ്കടത്തോടു കൂടി ആ കുട്ടി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. കാരണം 2, 3, 4 കെട്ടിപ്പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് പുതിയ ഭാര്യമാരെ കിട്ടാം, ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാവാം. പക്ഷേ ആ കുട്ടിക്ക് ഒരിക്കലും അവൻ്റെ അമ്മയെ തിരിച്ചു കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് മുന്നേ തന്നെ ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് മാരേജിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി പണ്ട് പറഞ്ഞ ഒരു കാര്യം അതുകൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മരണപ്പെട്ടു പോയ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ് ഞാൻ. ഞാൻ ആളുടെ നല്ലൊരു ഫാനായിരുന്നു. സുധിച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ സുധിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ്റെ പേര് കിച്ചു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം ചേട്ടാ, 2 പേരെയും കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ മക്കളെന്നാണ് വിളിച്ചത്, മക്കളെന്നാ വന്ന് എന്നെയും മോനെയും കണ്ടോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവരെ 2നെ ഒരുമിച്ച് പോയി എറണാകുളത്ത് പോയി കണ്ടു കഴിഞ്ഞപ്പം മോനെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവനാണ് പറഞ്ഞത് സുധിച്ചേട്ടനോട്, അച്ഛാ നമുക്ക് ഈ അമ്മേനെ മതി കേട്ടോ, നമുക്ക് ഈ അമ്മേനെ എടുത്താലോ. അപ്പം ഞാൻ പറഞ്ഞു, സുധിച്ചേട്ടാ എനിക്ക് സമ്മതമാണ്, കാരണം കുഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞത്, എനിക്ക് സമ്മതമാണ്, എനിക്ക് നിങ്ങൾ 2 പേരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ലൈഫിലേക്ക് ഞാൻ കടന്നു ചെന്നു. അങ്ങനെയാണ് സുധിച്ചേട്ടൻ്റെ ലൈഫിലേക്ക് ഞാൻ അതായത് രജിസ്റ്റർ മാരേജ് ചെയ്ത് ഭാര്യയായിട്ട് ഒഫീഷ്യലായിട്ട് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ സുധിച്ചേട്ടനുമായിട്ട് കൊല്ലത്തായിരുന്നു കുറേ നാൾ, അവരുടെ കുടുംബത്തിൽ താമസിച്ചു. അങ്ങനെ അതിനുശേഷം ഇളയ കുഞ്ഞ് ഋതുലുണ്ടായപ്പോഴത്തേന് കോട്ടയത്തേക്ക് വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. ആ ടൈമിലാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊറോണ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക്, സാമ്പത്തികമായിട്ടും ഒരുപാട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് നല്ല കാലം വന്നു തുടങ്ങിയപ്പോഴാണ് വിധി ഒരു എന്താ പറയുക, ക്രൂരനാന്ന് പറയുന്നത് അത് സത്യമാണ്. കാരണം നമ്മളിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നൊരു വിധിയാണ്. സുധിച്ചേട്ടൻ എത്രയും സ്നേഹിച്ചിട്ട് എനിക്കെല്ലാം സുധിച്ചേട്ടനായിരുന്നു, എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാം സുധിച്ചേട്ടനായിരുന്നു. ഇതിൽ വളരെ വ്യക്തമായിട്ട് അവരുടെ ലൈഫിൻ്റെ ഭാഗങ്ങളെല്ലാം വളരെ വൃത്തിയോടുകൂടി രേണു സുധി പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. അതിലൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. കാരണം ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, അതുപോലെ തന്നെ സുധിയേട്ടനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ കല്യാണത്തിന് താല്പര്യമുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞത് എന്ന് രേണു സുധി അതിൽ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. പിന്നെ എന്തുകൊണ്ട് ഈ കിച്ചു എന്ന് പറയുന്ന മകനെ ഇപ്പോൾ ഇഷ്ടമില്ലാതെയായി എന്നുള്ളതിനുള്ള ഒരു ഉത്തരം ഇന്ന് വരെ ഒരു വീഡിയോയിൽ പോലും നമ്മളെ രേണു സുധി പറഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും രേണു സുധി പറയണം. ഇനി അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും റീസൺ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പറയേണ്ടത് രേണു സുധിയാണ്. നിങ്ങൾ ആത്യന്തികമായിട്ട് തീർച്ചയായിട്ടും ഒരുമയോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി പോകേണ്ട ഒരു ഫാമിലിയാണ്. പക്ഷേ നിങ്ങൾ 2 പേരും 2 ഭാഗത്തേക്ക് ചേരി തിരിഞ്ഞുകൊണ്ട് ഇത്തരം വീഡിയോകളും കണ്ടന്റുകളും പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ ഒരു സ്വരച്ചേർച്ച ഒരിക്കലും ഉണ്ടാവുകയില്ല, അടിച്ചു പിരിയുകയാണ് ഉണ്ടാവുക എന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.